ഹായ് എല്ലാവർക്കും നമസ്കാരം. ആൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന സ്ലബ് കോട്ടൺ ആണ്. ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ഫാബ്രിക്കാണ്. നല്ലൊരു റെയിനി സീസണിലും സമ്മർ സീസണിലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു സ്ലബ് കോട്ടൺ ഫാബ്രിക്കാണ്. ഓക്കെ, ഇതിൽ നല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് പോലത്തെ പ്രിൻസാണ് ഇതിൽ വരുന്നത്. ഓരോരോ കളേഴ്സായിട്ട് കാണാം. സെയിം കളറിൽ തന്നെ രണ്ട് പ്രിൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത് ഒരേ കളറാണ്, ലൈറ്റ് യെല്ലോ, പുളിശ്ശേരിയുടെ ഒക്കെ കളറില്ല, അങ്ങനത്തെ ലൈറ്റ് യെല്ലോ കളറാണ്. അതിൽ രണ്ട് പ്രിൻറ്റുകളാണ് വരുന്നത്. കണ്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിനോട് സമാനമായ പ്രിൻസാണ്. ഹാൻഡ് ബ്ലോക്ക് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടോപ്പ് വരുന്നത് 2.5 മീറ്ററാണ്. നല്ലൊരു 42-44 ഇഞ്ചസിനടുത്ത് വിട്ട് വരും ടോപ്പ്. ബോട്ടം 2.5, ദുപ്പട്ട വരുന്നത് 2.25. ഓക്കെ, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് അതിൽ നമ്മുടെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും മിറേഴ്സിൻ്റെ ഒക്കെ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. ഫ്രണ്ട് വശത്താണ് ഇത്രയും പ്രിൻറ്റ്. ഇത് ഓപ്പൺ ചെയ്തിടുമ്പോൾ കുറച്ചുകൂടെ കളറ് ഇങ്ങനെ ഡള്ളാവുന്നുണ്ട്. ശരിക്കും മടക്കി വെക്കുന്ന സമയത്തുള്ളൊരു മഞ്ഞ കളറില്ല, അതാണ് ഒറിജിനൽ കളർ കേട്ടോ. ഇത് ക്യാമറ റെസൊല്യൂഷൻ തനിയെ ചേഞ്ച് ആവുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ മടക്കി വെച്ച സമയത്ത് കാണുന്ന യെല്ലോ കളറില്ല, അതാണ് ഒറിജിനൽ യെല്ലോ കളർ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന കളറല്ല, ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതാണ് ബോട്ടം. പിന്നെ നല്ല 4 സൈഡും ബോർഡറോട് കൂടിയ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഒരു മുതുകത്തൊരു പ്രിൻ്റേ ഉള്ളൂ. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കേണ്ടി വരും. ലൈറ്റ് കളേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത പ്രിൻ്റ്. സെയിം കളർ കണ്ടോ, ഇതാണ് കളറ്. ഇപ്പോൾ കാണുന്ന ഈ ഒരു യെല്ലോ ആണ് കളറ്. പക്ഷേ അത് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് കളർ ഡള്ളായി വരികയാണ്. വെച്ചാൽ മങ്ങി അങ്ങനെയാണ് കാണുന്നത് ക്യാമറയിൽ കേട്ടോ. ഓക്കെ, അപ്പം നല്ല ഭംഗിയുള്ള പ്രിൻസാണ്. നല്ലപോലെ തുണിയും തികയും. 4XLകാർക്ക് വരെയൊക്കെ തയ്ക്കാനുള്ള തുണിയുണ്ട്. ഓക്കെ, അങ്ങനെ ചൂടെടുക്കുന്ന ഫാബ്രിക്കൊന്നുമല്ല, പക്ഷേ ലൈനിങ് ഇട്ട് തയ്ക്കേണ്ടി വരും. കുറച്ച് കട്ടി കുറഞ്ഞ ഫാബ്രിക്കാണ്. സോഫ്റ്റ് സ്ലബ് കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട. ബോക്സ് പല്ലു ദുപ്പട്ടയാണ്, അതായത് 4 സൈഡും ബോട്ടറോടുകൂടി ദുപ്പട്ട. ഇതാണ് അടുത്ത കളർ. ഇതൊരു പീച്ച് പിങ്ക് കളറാണ് കേട്ടോ. പീച്ചാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പീച്ച് പിങ്ക് കളറാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. സെയിം പ്രിൻസാണ് കേട്ടോ. 2 ടൈപ്പ് പ്രിൻസ്. കളേഴ്സ് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, 550 രൂപയേ ഉള്ളൂ. അതും ഫ്രീ ഷിപ്പിങ്ങിലാണ്. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. DTDC വഴി, പോസ്റ്റ് വഴി നമ്മൾ പാഴ്സൽ അയക്കും. പോസ്റ്റ് വഴിയാണ് മെയിനായിട്ട് അയക്കുക. ഓക്കെ, നിങ്ങൾക്ക് DTDC വേണമെന്ന് പറയുകയാണെങ്കിൽ DTDC പാഴ്സലും നമ്മൾ അയക്കും, നിർബന്ധമാണെങ്കിലും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അതാണ് അടുത്ത പ്രിൻറ്റ്. ഓക്കെ, പ്രിൻറ്റുകൾ കണ്ടോളൂ. കളേഴ്സ് ഡിഫറൻസ് വരുമ്പോൾ ഞാൻ പറയാം. ആ മടക്കി വെക്കുമ്പം കാണിക്കുന്ന നിറയില്ല, അതാണ് ഒറിജിനൽ കളർ കേട്ടോ. ഇങ്ങനെ കാണുന്നതാണ് ഈ ഒറിജിനലായിട്ടുള്ള കളർ. നിവർത്തി വെക്കുമ്പോഴാണ് കളർ ചെറുതായിട്ട് ചേഞ്ച് വരുന്നത് കേട്ടോ. തനിയെ ക്യാമറ റെസൊല്യൂഷൻ ചേഞ്ച് ആവുകയാണ്, മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരെ. കളേഴ്സ് എല്ലാം എന്തായാലും നല്ല ലൈറ്റ് കളേഴ്സാണ്, ഒന്നും തന്നെ ഡാർക്ക് കളേഴ്സ് അല്ല. ഇത് കണ്ടോ, ഇതാണ് കറക്റ്റ് കളറേ. നല്ലൊരു വയലറ്റ്, ഒരു ലാവൻഡർ, പർപ്പിൾ ലാവൻഡർ കളറാണ് കേട്ടോ. മിറർ വർക്കും ഒക്കെ വരുന്നുണ്ട്. 599 രൂപയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഉണ്ടോ, നിവർത്തി ഇടുമ്പോൾ കളർ ചേഞ്ച് ആകുന്നുണ്ട്, ഗ്രേ കളറിലേക്ക് മാറുന്നു. പക്ഷേ മടക്കി വെച്ചിരിക്കുമ്പോൾ കാണുന്നത് തന്നെയാണ് കേട്ടോ കളറ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക. അവൈലബിൾ ആണ് നിങ്ങൾ ഓക്കെ ആണ് പർച്ചേസ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാം. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും. പേയ്മെൻറ്റ് ചെയ്യുക. സ്ക്രീൻഷോട്ട് നിർബന്ധമായും അയച്ചു തരിക. സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരണം. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോന്ന്. കാരണം അഡ്രസ്സ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ചിലർ ഓക്കെ വേണം എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് അനങ്ങാതിരിക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം. എന്നിട്ട് അഡ്രസ്സ് നിർബന്ധമായും, ഓൾറെഡി എൻ്റെ കസ്റ്റമർ ആണെങ്കിൽ പോലും നിങ്ങൾ അഡ്രസ്സ് നിർബന്ധമായും അയച്ചു തരണം. ഓക്കെ, ഒരു ഗ്രീൻ കളറാണ് കേട്ടോ അടുത്തത്. നിർബന്ധമായും അഡ്രസ്സ് നിങ്ങൾ അയച്ചു തരണം. അയച്ചു തന്നതിന് ശേഷം ഞാൻ നെക്സ്റ്റ് 2 ഡേയ്സിലാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത്. ഓക്കെ, പാഴ്സൽ അയക്കുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് പാഴ്സലിൻ്റെ പിക്ചർ അയച്ചു തരും. അതായത് ട്രാക്കിംഗ് ഐഡിയോടുകൂടി പിക്ചർ തരും. നിങ്ങളുടെ അഡ്രസ്സും അതിലുണ്ടാവും. അഡ്രസ്സെല്ലാം നിങ്ങൾ കറക്റ്റാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ ആ സെയിം ഡേയിൽ അയക്കും. അത് കഴിഞ്ഞിട്ടൊരു 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് പാഴ്സൽ കിട്ടിയിരിക്കും. 4 വർക്കിംഗ് ഡേയ്സ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓരോന്നോരോന്നായിട്ട് കണ്ടോളൂ. ഓക്കെ, താങ്ക് യു.